ഹലോ. ഇന്നപ്പോൾ അങ്ങനെ ഓഫീസിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് ഒക്ടോബർ 10th ആണ്, ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ നമുക്ക് കുറച്ച് മോട്ടിവേഷനും കുറച്ച് ഫ്രീ വൈഫൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഷിപ്പിലാണല്ലോ, അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും പണിയെടുത്ത് ക്രൂ മെമ്പേഴ്സിൻ്റെ കിളി പോയിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ ഐസ് സ്കേറ്റിംഗ് റിംഗ്. ഇവിടെ ഒരു ഐസ് സ്കേറ്റിംഗ് ഷോസ് ഉണ്ട്. ഇവിടെ ഗസ്റ്റിന് വേണ്ടിയുള്ള എൻ്റർടൈൻമെൻറ്റ് ഷോസ് ആണ്. നല്ല അടിപൊളി വേറെ ലെവൽ ഷോസ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യുന്ന ഐസ് സ്കേറ്റേഴ്സിനോട് ഭയങ്കര ഹ്യൂജ് റെസ്പെക്ട് തോന്നും. അങ്ങനത്തെ ഷോ ആണ്. അപ്പം ആ ഐസ് സ്കേറ്റിംഗ് റിംഗ് നമുക്ക് ഇടയ്ക്ക് ക്രൂ മെമ്പേഴ്സിന് വേണ്ടി ഇവർ ഓപ്പൺ ചെയ്യും. ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റി പോലെ ഞാൻ അവിടെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. എനിക്ക് ആ ഷൂട്ടിൽ ഞാൻ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. പക്ഷേ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് കുറച്ചൊക്കെ കിട്ടി. പക്ഷേ കിട്ടിയ ഫീലിംഗ് അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ തന്നെ മെൻ്റൽ ഹെൽത്ത് അടിപൊളിയാണല്ലോ, നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ചെയ്ത് കിട്ടുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ഒക്കെ കിട്ടും. അടിപൊളി കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലോ റൈഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഷിപ്സിലും ഉണ്ട്. ഇതൊരു ആർട്ടിഫിഷ്യൽ വേവ്സ് വെച്ച് ചെയ്യുന്ന ഒരു സർഫിംഗ് സിമുലേറ്ററാണ്. നമുക്ക് ഇരുന്ന് കിടന്നൊക്കെ അതിൽ സർഫ് ചെയ്യാം. അപ്പം അതും നമ്മുടെ ക്രൂ മെമ്പേഴ്സിന് വേണ്ടി അവർ ഓപ്പൺ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു ഐസ് സ്കേറ്റിങ്ങിനേക്കാളും. നമ്മൾ ആദ്യം കുറച്ചൊക്കെ വീഴും, പക്ഷേ നമ്മുടെ ടീം ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ, അവിടുത്തെ ടീം മെമ്പേഴ്സ് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ. പക്ഷേ ആദ്യം നമ്മളിങ്ങനെ കുറച്ച് തെറിച്ചൊക്കെ പോകും, ബട്ട് കുറച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടും. പക്ഷേ കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു 2 or 3 minutes നമ്മൾ എത്ര നേരമാണ് ചെയ്യുന്നത്, അപ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം നമ്മളൊരു മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ ഫുള്ള് വെള്ളം മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. ഫുൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പം തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ച് ബെറ്റർ ആവും. കാരണം വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ സമയമില്ലല്ലോ. അപ്പം ഇത് രണ്ടുമാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. പിന്നെ അടുത്ത കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറച്ചധികം ലക്കിയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഓഫീസ് ഇടയ്ക്കൊക്കെ തൊട്ടടുത്തായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ ഗ്യാപ്പ് കിട്ടിയാലും പോയി അങ്ങോട്ട് കത്തി വെക്കുക, പിന്നെ കുറച്ച് ഗോസിപ്പ് പറയുക, അങ്ങനെ കുറേ സമയം വർക്കിൽ ഒരു വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ അങ്ങനെയും കളയുക. അപ്പം തന്നെ നമുക്കൊരു വലിയൊരു റിഫ്രഷ്മെൻ്റ് ആണ്. ഇതാണ് ഏറ്റവും നല്ല അടിപൊളി. അപ്പം ഇതൊക്കെയാണ് മെൻ്റൽ ഹെൽത്ത്. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.